എൻ്റെ പേര് അഷ്റഫ്. മതം കൊണ്ട് നടത്തുന്ന ചൂഷണമാണല്ലോ ഗുണത്തേക്കാൾ മികച്ചു നിൽക്കുന്നത്, എന്തുകൊണ്ട്? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഷ്റഫ് സാഹിബ് ചോദിച്ചിരിക്കുന്നത് മതം കൊണ്ട് നടത്തുന്ന ചൂഷണമാണല്ലോ ഗുണത്തേക്കാൾ മികച്ചു നിൽക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ്? നിങ്ങൾ പരിശുദ്ധ ഖുർആൻ എല്ലായിടത്തും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു സത്യം, മതനിഷേധത്തെക്കാൾ അധികം ഖുർആനിൻ്റെ വിമർശനത്തിന് വിധേയമാക്കിക്കപ്പെട്ടിട്ടുള്ളത് മതവ്യതിയാനമാണ്. അഥവാ മതത്തിൻ്റെ പേരിൽ സൃഷ്ടിപൂജ നടത്തുന്നതാണ്, അതല്ലെങ്കിൽ മതത്തിൽ നിന്നുള്ള മതത്തിൻ്റെ പേരിലുള്ള വ്യതിയാനമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? വളരെ കൃത്യമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളുടെ സ്വാഭാവികമായ ഉപോൽപ്പന്നവും അതോടൊപ്പം തന്നെ പിശാചിൻ്റെ ശക്തമായ പ്രവർത്തനവുമാണ് ഇതിന് കാരണം എന്നുള്ളതാണ് വസ്തുത. മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യന് നന്മയും തിന്മയും ചെയ്യുവാൻ പടച്ച തമ്പുരാൻ കഴിവ് നൽകിയിട്ടുണ്ട്. ആ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരെ പറഞ്ഞയക്കേണ്ടി വന്നതും ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള മാർഗദർശനം നൽകേണ്ടി വന്നതും. ഈ കഴിവ് മനുഷ്യന്റെ സവിശേഷതയാണ്, മനുഷ്യനെ ഉന്നതനും അധമനുമാക്കുന്നത് അതാണ്. പലപ്പോഴും പൈശാചികമായ പ്രലോഭനങ്ങളിൽപ്പെട്ട് ഈ കഴിവിനെ സ്വാർത്ഥമായി ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ അധമരിൽ അധമനായി തീരുകയും ചെയ്യുന്നതാണ് നമ്മൾ ചുറ്റുപാടും ഏറ്റവും അധികം കാണുന്നത്. മനുഷ്യർക്ക് ഏറ്റവും അധികം ഉപകാരപ്രദമായ ഭൗതിക വസ്തുക്കൾ പോലും ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തപ്പെടുന്നത് മനുഷ്യരെ ഉപദ്രവകരമായിട്ടാണ് എന്നാണ് നമ്മൾ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അത് ഏത് ചെറുതും വലുതുമായ സാധനങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ മനുഷ്യന് പൈശാചികമായ പ്രലോഭനങ്ങളാൽ മനുഷ്യന്റെ ആത്മീയമായ ചോദനയെ, ഞാൻ നേരത്തെ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച ആത്മീയമായി മനുഷ്യന് തൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം വെക്കുവാൻ ഒരു അത്താണി ആവശ്യമുണ്ട്. അത്താണിയായി മനുഷ്യന് എന്തെങ്കിലും ഒന്ന് ആവശ്യമുണ്ട്. ആ അത്താണിയായി മറ്റ് പല വ്യാജ വസ്തുക്കളും പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ മതം ഉപയോഗിക്കപ്പെടുകയല്ല അവിടെ ചെയ്യുന്നത്, മറിച്ച് മനുഷ്യന്റെ ഈ സ്വാഭാവിക ത്വരയെ ചൂഷണം ചെയ്യുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അങ്ങനെ മതം എന്ന പേരിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിലുള്ള മതം ഉപയോഗിക്കപ്പെടുകയല്ല. മതമെന്ന പേരിൽ മനുഷ്യന്റെ സ്വാഭാവികമായ ആത്മീയമായ തൃഷ്ണയെ അത് ഉപയോഗപ്പെടുത്താൻ ഉള്ള മനുഷ്യന്റെ സ്വാഭാവികമായ ത്വരയെ, ഈ തൃഷ്ണയെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള തൃഷ്ണാപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ത്വരയെ ചൂഷണം ചെയ്യാൻ വേണ്ടി പലരും സന്നദ്ധമാകുന്നു. ആ ചൂഷണത്തിലേക്ക് എങ്ങനെ മനുഷ്യൻ വീണു പോകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് പൈശാചികമായ പ്രലോഭനങ്ങളാണ്. മനുഷ്യൻ അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തതാണ്. മനുഷ്യൻ അവൻ്റെ വ്യതിരിക്തമായ ഉത്തരവാദിത്വം നിർവഹിക്കുകയും അവൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തുകയും അവൻ ആ ബുദ്ധി ചിന്താശക്തി ഉപയോഗപ്പെടുത്തി പടച്ച തമ്പുരാൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ പിശാചിന് പ്രലോഭനത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനെ ആത്മീയമായ അധപ്പതനത്തിലേക്ക് മനുഷ്യന് പോവില്ല. ചുരുക്കത്തിൽ മതമല്ല അവിടെ ഉപയോഗപ്പെടുത്തപ്പെടുന്നത്. മനുഷ്യന്റെ ഈ സ്വാഭാവികമായ തൃഷ്ണയെ തെറ്റായി ചൂഷകന്മാർ ഉപയോഗപ്പെടുത്തുകയാണ്. അവരതിന് മതത്തിൻ്റെ മുഖമൂടി നൽകുന്നു എന്ന് മാത്രമേയുള്ളൂ. അസ്സലാമു അലൈക്കും. ആത്മീയത മുടക്കുമുതലില്ലാത്ത വൻ വ്യവസായമായിട്ട് താഴ്ച വളരുന്ന കാലഘട്ടമാണ്. അതിൽ ആ ചൂഷണത്തിന് മനുഷ്യന് സുഖവും സമാധാനം കാണുന്നു. എന്നാൽ പ്രപഞ്ചത്തെ മുഴുവൻ സാക്ഷ്യം വഹിച്ചും കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ അത് മനുഷ്യനെ വിശ്വസിക്കാനോ അതിൽ സുഖമോ സമാധാനമോ കാണുന്നില്ല. എന്തുകൊണ്ട്? രണ്ടാമതെന്ന് വെച്ചാൽ
നിങ്ങൾ സ്നേഹസംവാദത്തിൽ വിഷയ ബന്ധമില്ലാത്തതുകൊണ്ടാണ് സ്നേഹസംവാദത്തിൽ പ്രസിദ്ധീകരിക്കുക. ലൈംഗിക വിദ്യാഭ്യാസം ഇസ്ലാമിൽ എങ്ങനെ എന്ന് വിശദമായിട്ട് അറിയാം. പ്രസക്തമായ 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ പ്രശ്നം, ആത്മീയത എന്നുള്ളത് ഒരു ചൂഷണ വ്യവസായമായി മാറുന്നു. മുതൽമുടക്കില്ല, ചൂഷണ വ്യവസായം. അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു, അതിൽ നിന്ന് സമാധാനം ലഭിക്കുന്നു. എന്നാൽ പടച്ചവനിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നില്ല, ഉള്ള ആൾക്കാരനെ അതിൽ സമാധാനം കിട്ടുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് എന്തുകൊണ്ട് എന്നാണ്. ഒന്നാമതായി തന്നെ ആത്മീയത എന്നത് കേവലം മുതൽ മുടക്കില്ലാത്തൊരു വ്യവസായമല്ല, പണം മുടക്കില്ലാത്ത വ്യവസായമാണ്. മുതൽ മുടക്കുണ്ട്, അത് മനുഷ്യന്മാരുടെ മുഴുവനും ആത്മാവിനെ, ഏറ്റവും വിലപ്പെട്ട മനുഷ്യനെ വ്യതിരിക്തമാക്കുന്ന സാധനത്തെ പിടിച്ചു വലിച്ച് വാങ്ങി പണയപ്പെടുത്തി അതിനെ കെട്ടി വരിഞ്ഞ് സ്വന്തം പോക്കറ്റിലാക്കി അതിനെ ആണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് സത്യം. ഇവിടെ എന്തുകൊണ്ട് അതിലേക്ക് ആളുകൾ ആകൃഷ്ടരാകുന്നു? ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ്റെ സ്വാഭാവികമായ ത്വരയാണ് യഥാർത്ഥത്തിലുള്ള എന്തിലെങ്കിലും ഒരു അത്താണി മനുഷ്യനെ കണ്ടെത്തണം എന്നുള്ളത്. അത് മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവിക ത്വരയാണ്. എത്ര ചൂഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടാലും, എത്ര അടിച്ചമർത്തലുകൾ ചെയ്താൽ, ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചു, കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി സോവിയറ്റ് യൂണിയനിൽ അത് മതം നോക്കാതെ അടിച്ചമർത്തായിരുന്നു. മതം ഒന്നും നോക്കിയിട്ടില്ല. മതം എന്ന് പേരുള്ള, ദൈവം എന്ന് പേരുള്ള എന്തുണ്ടെങ്കിലും അവിടേക്ക് പ്രവേശനമില്ല എന്നുള്ള രൂപത്തിൽ അവിടെ അടിച്ചമർത്തുക തന്നെയായിരുന്നു. പക്ഷേ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നില്ലേ? എല്ലാ തോന്നിവാസ മതവും അവിടെ പൂർണ്ണ രൂപത്തിൽ തിരിച്ചു വന്നു. എന്തേ കാരണം? അവർക്ക് ഭൗതിക വിഭവങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? വേറെ എന്തെങ്കിലും ഇല്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. മറിച്ച് ഇത് മനുഷ്യൻ്റെ സ്വാഭാവികമായ ത്വരയാണ്. ഈ മനുഷ്യ പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, മനസ്സിൻ്റെ എല്ലാ വിധത്തിലുമുള്ള പ്രശ്നങ്ങളെ എവിടെയെങ്കിലും ഒന്ന് കയറ്റിവെക്കണം എന്നുള്ളത്. അത് കയറ്റിവെക്കാൻ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുക, വളരെ ആ കയറ്റിവെക്കൽ അവൻ്റെ തോന്നിവാസങ്ങളെ, അവൻ്റെ മറ്റ് സൗകര്യങ്ങളെ ബാധിക്കാതിരിക്കാനാണ് മനുഷ്യൻ്റെ സ്വാർത്ഥത എപ്പോഴും ആവശ്യപ്പെടുക. ആ മനുഷ്യൻ്റെ സ്വാർത്ഥത എപ്പോഴും ആവശ്യപ്പെടൽ അതാണ്. അതിന് നമ്മൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആത്മീയത എന്ന് പേര് പറയാം. എന്തേലും മനസ്സിന് പ്രയാസമുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ആത്മീയമായൊരു സുഖം കിട്ടണം. അത് മുൻപേ ക്രൈസ്തവ മതപുരോഹിതന്മാർ ഉപയോഗിച്ചു പോന്നതാണ്. അതിനാണ് കുംഭസാരം അവർ നടപ്പാക്കിയത്. കുംഭസാരത്തിന് പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ശാസ്ത്രീയമായ ആളുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്ന മനഃശാസ്ത്രം അതെന്താണ്? തെറ്റ് ചെയ്തു പോയാൽ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായൊരു പുള്ളിക്കുത്തുണ്ട്. ആ പുള്ളിക്കുത്തിനെ വളരെ സമർത്ഥമായി തങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അതാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി. ആ പ്രതിസന്ധി അത് പള്ളിയിൽ വരുന്നു, അച്ഛൻ്റെ മുന്നിൽ പറയുന്നതോടുകൂടി ആ ഭാരം ഇറക്കി വെച്ചു. പിന്നെ അവരുടെ ജീവിതം എങ്ങനെയാവാം? ഇത് കഴിഞ്ഞു. ഇത് അപ്പോൾ കിട്ടുന്നൊരു സമാധാനം, അപ്പം ലഭിക്കുന്ന ഒരു മനസ്സിൽ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്നൊരു സമാധാനം. ഇതാണ് ഇന്ന് ഗുരുക്കന്മാർ നൽകുന്നത്. ഒരു സ്ത്രീ ആണെങ്കിലും ഡബിൾ സ്ത്രീ ആണെങ്കിലും ബാബമാർ നൽകുന്നത്, മാതാക്കൾ നൽകുന്നത്, അമ്മമാർ നൽകുന്നത്, ഇങ്ങനെയുള്ള ഏത് ഇൻസ്റ്റൻ്റ് ആത്മീയതയുടെയും കേന്ദ്രങ്ങൾ നൽകുന്നത് ഈ രൂപത്തിലുള്ള പെട്ടെന്നുള്ള ഈ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുന്ന ഒരു സമാധാനമാണ്, സംതൃപ്തിയാണ്. അത് പോരാത്തതിനാണ് പിന്നെ കഥകൾ പ്രചരിപ്പിക്കുന്നത്. എന്ത്? രോഗശാന്തിയുടെ കഥകൾ. അത് വേറൊരു വശമാണ്. രോഗശാന്തി എന്നത് ഇത്തരം കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ചിലതെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നത് ശരിയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന നിറം പിടിപ്പിച്ച കഥകളുടെ പിന്നിൽ പോയി നോക്കിയാൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുക എന്നത് മറ്റൊരു വശമാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ജനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ ആത്മീയമായൊരു ദൗർബല്യമാണ്. ഇസ്ലാം യഥാർത്ഥത്തിൽ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ, ഇത് പടച്ചവനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ പടച്ചവനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ പടച്ചവൻ ആരാധിക്കുന്നത് കൊണ്ട് മാത്രം, വെറുതെ പടച്ചവനോട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന കേവലമായൊരു സംതൃപ്തി മാത്രമല്ല, മറിച്ച് പടച്ചവനെ ഹൃദയത്തിൽ തന്നെ നാഥനായി സ്വീകരിക്കുകയും തൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി പടച്ചവനെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ പൂർണ്ണമായ സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുന്നത്. ആ പൂർണ്ണ സംതൃപ്തിക്കും സമാധാനത്തിനും അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമ്പൂർണമായ സംസ്കരണം ആവശ്യമുണ്ട്.
ആ സംസ്കരണം ഇസ്ലാം ആവശ്യപ്പെടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും മനുഷ്യന്റെ തൃഷ്ണകൾ അവനെ അതിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ രംഗത്തും കൃത്യമായി യഥാർത്ഥത്തിലുള്ള സമാധാനം ഉണ്ടാവണമെങ്കിൽ അത് വേണം. യഥാർത്ഥത്തിൽ സ്ഥായിയായ ഭൂമിയിലെ സമാധാനമാണെങ്കിലും സ്ഥായിയായ മരണാനന്തര ജീവിതത്തിലെ സമാധാനമാണെങ്കിലും അത് നേടിയെടുക്കണമെങ്കിൽ ദിക്റുള്ള വേണം, പടച്ചവനെ കുറിച്ചുള്ള ബോധം വേണം. ആ ബോധം ഹൃദയത്തിലേക്ക് ഇറങ്ങിയാൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ ജീവിതത്തിൽ മുഴുക്കയുണ്ടാകുമ്പോൾ ഏത് ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും സമാധാനം നമുക്കുണ്ടാകും, ശാന്തി നമുക്കുണ്ടാകും. പക്ഷെ അവിടെ ജീവിതത്തിൻ്റെ ഒരു സമ്പൂർണമായ സംസ്കരണം ആവശ്യമുണ്ട്. അതൊരു വളരെ എളുപ്പമുള്ള ഒരൊറ്റ വാക്കിൽ കിട്ടുന്ന, ഒരു സംസാരത്തിലൂടെ ലഭിക്കുന്ന, ഒരു സമാധാനത്തിലൂടെ ലഭിക്കുന്ന, ഒരു അത്ഭുതത്തിലൂടെ കിട്ടുന്ന, ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ കിട്ടുന്ന ഇൻസ്റ്റന്റ് ആത്മീയതയല്ല. അതല്ലെങ്കിൽ ഒന്ന് ശ്വാസം വലിച്ച് നിലത്തേക്ക് വിട്ടാൽ കിട്ടുന്ന ഒരു ആത്മീയതയുമല്ല. മറിച്ച് അത് പൂർണ്ണമായ സ്ഥായിയായ ആത്മീയതയാണ്. പലപ്പോഴും ഈ ഇൻസ്റ്റന്റ് ആത്മീയതയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മനുഷ്യനെ ഓടിച്ചു കൊണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞല്ലോ, അള്ളാഹുവിൽ നിന്ന് കൈവിട്ടവൻ ആകാശത്തിൽ നിന്ന് കൈവിട്ടവനെ പോലെയാണ്. അവനെ പരുന്തുകൾ റാഞ്ചിക്കൊണ്ടുപോകും, അവനെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു വീശും, അതിനനുസരിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഇങ്ങനെയാണ് ഇൻസ്റ്റന്റ് ആത്മീയത. ആൾ ദൈവങ്ങളുടെ അടുത്ത് നിങ്ങൾ നോക്കുക, ഒരു ദിവസം ബാബയുടെയാൾ, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവർ അമ്മയുടെയാൾ, അവിടെ നിന്നും കഴിഞ്ഞ് ഡബിൾ സ്ത്രീ ഗുരുവിൻ്റെ മുന്നിൽ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്. കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ ലഹരിൻ്റെ മാതിരിയാണ്, ഒരേ അല്പം മാറ്റം വേണ്ടി വരും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നാൽ ഇസ്ലാമിൻ്റേത് അങ്ങനെയല്ല. അവിടെ പൂർണ്ണമായ സംതൃപ്തിയാണ്, സമാധാനമാണ്. ആത്യന്തികമായി ജീവിതത്തിൻ്റെ പൂർണ്ണമായ സംസ്കരണമാണ് അവിടെ ആത്മീയത കൊണ്ട് വിവക്ഷിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം ലൈംഗിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വളരെ വിശദമായി പഠിക്കേണ്ട, പറയേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പോലെ ലൈംഗിക വിദ്യാഭ്യാസം എന്നത് വളരെ ശാസ്ത്രീയമായി കൃത്യമായി പറഞ്ഞു കൊടുത്ത, പഠിപ്പിച്ചു കൊടുത്ത ഒരു ദർശനം ഭൂമിയിലില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ലൈംഗിക ശാസ്ത്രജ്ഞന്മാരും ലൈംഗിക മനഃശാസ്ത്രജ്ഞന്മാരുമെല്ലാം ഗവേഷണം ചെയ്ത് ഒരുപാട് അവരുടേതെന്ന് പറയുന്ന രോഗികളിലെല്ലാം ഒരുപാട് കാലമെല്ലാം ഗവേഷണം നിരീക്ഷണം എല്ലാം ചെയ്തിട്ട് കണ്ടുപിടിച്ച് വലിയ കിതാബുകളായി രചിച്ചു വെച്ച കാര്യങ്ങൾ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 സെൻറ്റൻസിൽ പറഞ്ഞു കൊടുത്ത് കൃത്യമായ മാർഗദർശനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്തോ ഒരു ഭീകരമായൊരവസ്ഥയിൽ ആരൊക്കെയോ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏർപ്പാടാണ് എന്ന രൂപത്തിലാണ് ഉള്ളത്. ശരിയല്ല അത്. കൃത്യമായി മാതാപിതാക്കളും മതപണ്ഡിതന്മാരും തന്നെ വ്യക്തമായി സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട, പ്രത്യേകിച്ചും വൈവാഹിക രംഗത്തേക്കെല്ലാം കടന്നു പോകുന്നതിന് മുൻപ് സ്ത്രീ പുരുഷന്മാരെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ ഇസ്ലാം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെങ്ങനെയെന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് മറ്റ് ഇവിടെ പറയുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തെ പോലെ വൃത്തികെട്ട വൾഗറായ രൂപത്തിലുള്ള പഠിപ്പിക്കലുകളല്ല, പറഞ്ഞു കൊടുക്കലുകളല്ല. നമുക്ക് കാണാൻ കഴിയും, പ്രവാചകന്റെ സദസ്സുകളിൽ വന്ന് സാധാരണക്കാരായ ആളുകൾ റസൂലുള്ളാഹിയോട് ചോദിച്ച ചോദ്യങ്ങൾ സ്ത്രീകൾക്ക് ചോദിക്കാൻ മടിയായിട്ട്, പ്രവാചകനോട് നേരിട്ട് ചോദിക്കാൻ മടിയായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോടും അതേപോലെയുള്ള മറ്റ് പ്രവാചക പത്നിമാരോടെല്ലാം ചോദിച്ച് പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതിലെല്ലാം വളരെ അത്ഭുതകരമായ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പല ഗവേഷകന്മാരും ഒരുപാട് കാലം ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളുടെ യഥാർത്ഥത്തിലുള്ള മൂലം പ്രവാചക ഉപദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്ലാമിൻ്റെ ലൈംഗിക വിദ്യാഭ്യാസം എന്നത് വളരെ ക്രോഡീകരിക്കേണ്ട വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ആര്, എപ്പോൾ, എങ്ങനെ എന്നത് നമുക്കെല്ലാവർക്കും ആകാം, നമുക്കും ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിലെ ആചാരങ്ങൾ പലതും ഹിന്ദുമതത്തിൽ നിന്നും പകർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാമോ? ഉദാഹരണം, മരണശേഷമുള്ള ആചാരങ്ങൾ 3, 7, 15 ആണ്ട് തുടങ്ങിയവ. വിനീതൻ. സുരേഷ്, ഇസ്ലാം മതത്തിലെ ആചാരങ്ങൾ ഒന്നും ഹിന്ദു മതത്തിൽ നിന്ന് പകർത്തിയിട്ടില്ല. മുസ്ലിങ്ങൾക്കിടയിലെ ആചാരങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ ഒരു മാറ്റം ഉണ്ടായപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായി പകർന്നു വന്നതാണ്. ഇസ്ലാം പഠിപ്പിച്ച ആചാരങ്ങളിലൊന്നും തന്നെ ഇത്തരം ചടങ്ങുകൾ നമുക്ക് കാണാൻ സാധ്യമല്ല. എന്നാൽ
അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വാഭാവികമായി സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇത്തരം അനാചാരങ്ങൾ ഏത് സമൂഹത്തിലേക്കും സന്നിവേശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സന്നിവേശിക്കുമ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ മാർഗമുണ്ട്. എന്ത് ശരി, എന്ത് തെറ്റ്, എന്ത് ദൈവീകം, എന്തല്ലാത്തത്, എന്ത് ധർമ്മം, എന്ത് അധർമ്മം എന്നുള്ള കാര്യത്തിൽ അത് ഒരാളിപ്പോൾ എൻ്റെ പിതാവ് മരണപ്പെടുന്നു, സമൂഹത്തിൽ പലരും നന്മക്ക് വേണ്ടി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ആത്മീയമായ ശാന്തി എൻ്റെ ആഗ്രഹമാണ്. ഞാനും സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു സുഹൃത്ത് ഒരു കാര്യം ചെയ്യുന്നു, വേറൊരു സുഹൃത്ത് വേറൊന്ന് നിർദ്ദേശിക്കുന്നു, എൻ്റെ കുടുംബക്കാരിന്നത് നിർദ്ദേശിക്കുന്നു, മറ്റവരിന്നത് നിർദ്ദേശിക്കുന്നു. ഞാനാകെ കൺഫ്യൂഷനിലാകുന്നു. എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാ അറിയില്ല. അവിടെ സ്വാഭാവികമായിട്ടും ഹിന്ദുക്കൾ ചെയ്യുന്നത് മുസ്ലിങ്ങൾ ചെയ്തു പോകും. കാരണം ആത്മശാന്തിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അവർ ചെയ്യുന്നതായി കാണുന്നത് ചെയ്തു പോകും. അവിടെ ഇസ്ലാമിന് കൃത്യമായൊരു മാർഗമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ കടന്നു വരാൻ സാധ്യതയില്ലാത്തതാണ്. ആ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നത്. അതെന്താണ്? പടച്ച തമ്പുരാൻ പടച്ചവൻ്റെ വചനങ്ങളായി അവതരിപ്പിച്ചിട്ടുള്ള തെറ്റുപറ്റാത്ത മനുഷ്യരുടെ കരവിരുതുകൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടില്ലാത്ത പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, ആ ഖുർആനിലെ വചനങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കണം എന്ന് 23 വർഷക്കാലഘട്ടം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മാതൃക കാണിച്ചു തന്നു. ആ മാതൃക അപ്പോൾ വിശുദ്ധ ഖുർആൻ, അതിൻ്റെ വിശദീകരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. ഇതും ഈ ഖുർആനും പ്രവാചകന്റെ വിശദീകരണവും അഥവാ ഖുർആനും സുന്നത്തും. അത് കഴിഞ്ഞ് ഈ ഖുർആനിനെയും സുന്നത്തിനെയും എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, അത് പടച്ചവൻ തന്നെ സർട്ടിഫൈ ചെയ്ത ഒരു തലമുറ അഥവാ പ്രവാചകന്റെ ശിഷ്യന്മാർ, പ്രവാചകന്റെ സഹാബിമാർ. ആ സഹാബിമാരും സഹാബികളിൽ നിന്ന് മതം പഠിച്ച റസൂലുള്ളാഹിയുടെ പ്രത്യേകമായ പരാമർശത്തിന് വിധേയമാക്കപ്പെട്ട 3 തലമുറകൾ അഥവാ റസൂലുള്ളാഹിന്റെ സഹാബിമാർ, താബികൾ, താബികൾ. ഈ 3 തലമുറകൾ എങ്ങനെയാണോ ഖുർആനിനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കിയത്, അങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ധാരയും ചിന്തയും. അങ്ങനെ മുന്നോട്ട് പോവുക എന്ന് വരുമ്പോൾ, അങ്ങനെ കൃത്യമായി മനസ്സിലാക്കാനുള്ള മാർഗമുള്ളപ്പോൾ തീർച്ചയായും ഇത്തരം ഏത് അനാചാരങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലേക്ക് വന്നാലും അത് നെല്ലും പതിരും വേർതിരിക്കാൻ കൃത്യമായി കഴിയും. അതേസമയം മറ്റൊരു സമൂഹത്തിൽ അതിന് സാധ്യമല്ല. ഉദാഹരണത്തിന് ഹൈന്ദവ സമൂഹത്തിൽ ഒരാളൊരു പുതിയ ആചാരം ഉണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ, അത് നല്ലതല്ല, ശരിയല്ല എന്ന് തീരുമാനിക്കാൻ എന്താണ് മാർഗം? എന്താ മാർഗം? ഒരു പുരോഹിതൻ ഒരു പുതിയ ആചാരം പറയുന്നു, അത് ശരിയല്ല എന്ന് വേറൊരു കൂട്ടർ പറയുന്നു. എന്താണ് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം? ഈ പുരോഹിതന് നല്ലതെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ട് മാത്രം ശരിയാവില്ല, മറിച്ച് പ്രമാണം വേണമെന്ന് പറഞ്ഞാൽ ക്രിസ്തുമതത്തിൻ്റെ ഏത് ആചാരത്തിനാ പ്രമാണമുള്ളത്? ഇല്ല. ഇതേപോലെ തന്നെയാണ് ഓരോന്നും. ഹൈന്ദവ ദർശനത്തിലെ, ഹിന്ദു സമൂഹത്തിലെ ഒരാചാരത്തിനും പ്രമാണങ്ങളില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് നിലനിൽക്കുന്ന ആചാരങ്ങൾക്ക് മിക്കതിനും. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിലെ ആചാരങ്ങൾ കൃത്യമാണ്. അത് നെല്ലും പതിരും വേർതിരിക്കുവാനുള്ള വ്യക്തമായ മാനദണ്ഡമുണ്ട്. അപ്പോൾ ഇത്തരം ആചാരങ്ങൾ, ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള മരണാനന്തര ക്രിയകൾ ആയി കടന്നു വരുന്ന ആചാരങ്ങൾ, ഇപ്പോൾ 3, 5, 15 തുടങ്ങിയ പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ, വിശേഷിച്ച് ഹിന്ദു സൊസൈറ്റി നിലനിൽക്കുന്ന മുസ്ലിം സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള, അവിടെ നിന്നെല്ലാം കടന്നു വന്നിട്ടുള്ള ചേക്കേറിയിട്ടുള്ള ചില ആചാരങ്ങൾ, ആ ആചാരങ്ങൾ അടിസ്ഥാനരഹിതമാണോ എന്ന് പരിശോധിക്കാൻ ഖുർആനും തിരുസുന്നത്തും, ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കിയ 3 തലമുറകളുടെ ജീവിത മാർഗവും പരിശോധിച്ചാൽ മതി. അപ്പം നമുക്ക് മനസ്സിലാകും ഇത് ഇസ്ലാമിൻ്റേതല്ല, പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ്. ഏത് ആചാരവും പരിശോധിക്കാൻ ഇസ്ലാമിൻ്റെ അടുത്ത് വളരെ കൃത്യമായ, വളരെ പെർഫെക്റ്റായ, കളങ്കമില്ലാത്ത മാനദണ്ഡമുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സവിശേഷത എന്ന് മനസ്സിലാക്കുക. ഇസ്ലാമിൽ പതിരില്ല, കതിര് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ ഇസ്ലാമിനെ 14 നൂറ്റാണ്ടായി കൈകാര്യം ചെയ്തത് ലോകത്തിൻ്റെ പുതിയ വളർച്ചയെക്കുറിച്ച് അറിയാത്ത അറബികൾ മാത്രമായിരുന്നു. പാശ്ചാത്യ ലോകത്ത് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പാശ്ചാത്യവൽക്കരണം എന്നുള്ള ചർച്ച ഇന്ന് വളരെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ജിഫ്രി ലാങ് എഴുതിയ മാലാകമാർ പോലും ചോദിക്കുന്നു എന്ന പുസ്തകത്തിൽ അദ്ദേഹം അവസാനമായി ഫാത്തിഹ സൂറത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ച് പോലും ചോദ്യം ചെയ്യുകയും അത് പുനഃക്രമീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇസ്ലാമിൻ്റെ പാശ്ചാത്യവൽക്കരണം എന്ന ചിന്തയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇസ്ലാമിൻ്റെ പാശ്ചാത്യവൽക്കരണത്തെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ്.
ചോദ്യം. ഇസ്ലാം പാശ്ചാത്യവൽക്കരിക്കേണ്ടതോ അല്ലെങ്കിൽ പൗരസ്ത്യവൽക്കരിക്കേണ്ടതോ ആയ ആശയമല്ല. ഇസ്ലാം മാനവവൽക്കരിക്കപ്പെട്ട കൃത്യമായ ആശയമാണ്. അത് എന്തുകൊണ്ടാണ് പാശ്ചാത്യവൽക്കരിക്കപ്പെടണമെന്ന് തോന്നുന്നതെന്ന് ചോദിച്ചാൽ, പാശ്ചാത്യൻ്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് അവൻ ആ ഭൂമികയിൽ നിന്ന് മാറാൻ തയ്യാറില്ലാതെ എന്നാൽ ഇസ്ലാമിനെ സ്വീകരിക്കുകയും വേണം എന്ന് തോന്നുമ്പോൾ തൻ്റെ ചിന്തക്കനുസരിച്ച് തനിക്കനുസരിച്ച് ഇസ്ലാം വളക്കണം എന്ന് തോന്നുക എന്നത് സ്വാഭാവികമാണ്. ജെഫ്രി ലാങ്ങിൻ്റെ ഈവൻ ഏഞ്ചൽസ് ആസ്ക് എന്ന പുസ്തകത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളിലെല്ലാം സ്ട്രഗിൾ ടു സറണ്ടർ എന്ന പുസ്തകമാണ് മറ്റൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെതുള്ളത്. അപ്പോൾ ഇതേപോലുള്ള പുസ്തകങ്ങളിലെല്ലാം ഇത്തരം ചില ആശയങ്ങൾ കാണാം. ഈ ആശയങ്ങൾക്ക് മതപരമായി യാതൊരു അടിത്തറയുമില്ല എന്ന് മാത്രമല്ല അത് അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ ഓരോരുത്തർക്കും അവനവൻ വൽക്കരിക്കണം ഇസ്ലാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തൻ്റെ സ്വാഭാവികമായിട്ടും പാശ്ചാത്യന് ശരി എന്ന് തോന്നുന്നത് എനിക്ക് ശരിയാവില്ല, നമ്മൾ പൗരസ്ത്യനിക്ക് ശരിയാവില്ല, ഇന്ത്യക്കാരനക്ക് ശരിയെന്ന് തോന്നുന്നത് അറബ്യക്കാരനക്ക് ശരിയാവില്ല, ആ ഇന്ത്യയിൽ തന്നെ കേരളക്കാരനക്ക് ശരിയും തോന്നുന്നത് ചിലപ്പോൾ തമിഴ്നാട്ടുകാരന് ശരിയായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓരോരുത്തരും അവനവൻ വൽക്കരണം നടത്തിയാൽ ഇസ്ലാം ഉണ്ടാകില്ല, അവനവൻ്റെ ഇഷ്ടം ഉണ്ടാവുള്ളൂ, അതിന് തോന്നിവാസം എന്നാ പറയുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് കൃത്യമായി പടച്ച തമ്പുരാൻ പഠിപ്പിച്ച മാർഗമാണ്. ആ പടച്ചവൻ പഠിപ്പിച്ച മാർഗം എങ്ങനെ മനസ്സിലാക്കണം എന്ന് കൃത്യമായി പടച്ചവൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം പിൻപറ്റുക, തന്നെ ഇസ്ലാമിനനുസരിച്ച് അങ്ങോട്ട് മാറ്റുക എന്നല്ലാതെ തനിക്കനുസരിച്ച് ഇസ്ലാമിനെ ഇങ്ങോട്ട് വളക്കുക എന്ന രീതി ശരിയല്ല. അത് അത്തരം രീതിയിൽ പോയാൽ കുറേ ഇസ്ലാമുകൾ ഉണ്ടാവുക മാത്രമേ ചെയ്യൂ, ഒരു ഇസ്ലാം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ വന്ന പിഴവുകളായിരിക്കാം അത്തരം ഒരു വീക്ഷണം മുന്നോട്ട് വെച്ചതിന് കാരണം. ഏതായിരുന്നാലും ആ വീക്ഷണം വല്ലാതെ ആരൊന്നും തലയിലായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പല രൂപത്തിലുള്ള ഇസ്ലാമിനെ പലതും ആയി വൽക്കരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഇപ്പോൾ സ്ത്രീപക്ഷ ഇസ്ലാം, പുരുഷപക്ഷ ഇസ്ലാം എന്നുള്ള ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അത് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ശരിയാണ്. ഏതായിരുന്നാലും അത്തരം ചർച്ചകൾക്ക് ഇസ്ലാമിക ഭൂമികയിൽ യാതൊരു സ്ഥാനമില്ലാന്ന് മാത്രമല്ല, അത് ചിന്താപരമായി തന്നെ വളരെ താഴ്ന്ന നിലവാരം മാത്രമുള്ളൊരു ഏർപ്പാടാണ്. ഒരാശയമുണ്ടെങ്കിൽ ആശയം സ്വീകരിക്കുകയാണെങ്കിൽ ആശയത്തിനനുസരിച്ച് നമ്മൾ മാറുകയാണ് വേണ്ടത്, അതല്ലാതെ ആശയത്തെ നമ്മൾക്കനുസരിച്ച് വളക്കുകയല്ല വേണ്ടത് എന്നത് ചിന്താപരമായ സത്യസന്ധത പുലർത്തുന്ന ആരും അംഗീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ജെഫ്രി ലാങ്ങിന് അദ്ദേഹത്തിൻ്റെ ചിന്താപരമായ ഉന്നതിയെല്ലാം നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും, എങ്കിലും ചിലയിടത്ത് ഇങ്ങനത്തെ പാളിച്ചകൾ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസത്തിനും മുതലാളിസത്തിനും പ്രത്യയശാസ്ത്രപരമായ ഒരു ബദലായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇവിടെ ഇസ്ലാമിനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ മാർഗം കാണിച്ചു തന്നിട്ടുണ്ട്. കമ്മ്യൂണിസം, മുതലാളിത്തം എന്നെല്ലാം പറഞ്ഞാൽ ഇസ്ലാമുമായി താരതമ്യത്തിന് പോലും അർഹമല്ലാത്ത കേവല ദർശനങ്ങൾ മാത്രമാണ്. ഇസ്ലാമിക ദർശനമാകട്ടെ ഇതിനെല്ലാം ഒരുപാട് അപ്പുറത്തുള്ള ദർശനമാണ്. ഇസ്ലാമിക ദർശനം വളരെ കൃത്യമായി വളരെ വ്യത്യസ്തമായി മനുഷ്യനെ കാണുന്നൊരു ദർശനമാണ്. കമ്മ്യൂണിസ്റ്റ് ദർശനമാണെങ്കിലും മുതലാളിത്ത ദർശനമാണെങ്കിലും ഇത് മനുഷ്യനെ കാണുന്നത് പദാർത്ഥത്തിൻ്റെ സ്വാഭാവികമായ പരിണാമമായി സംഭവിച്ച ഒരു ആത്യന്തിക വസ്തുവായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റം, സാമൂഹ്യ മാറ്റം മനുഷ്യനെ പരിവർത്തിതമാക്കുമെന്നും മനുഷ്യനെ നന്നാകണമെങ്കിൽ വ്യവസ്ഥിതി ചുറ്റുപാടാണ് മാറേണ്ടത് എന്നുമാണ് കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത സിദ്ധാന്തങ്ങളുടെ മുഴുവനും കാതൽ. എന്നാൽ ഇസ്ലാം പറയുക ചുറ്റുപാടിനെ മാറ്റേണ്ടത് മനുഷ്യരാണ് എന്നും മനുഷ്യനെ സവിശേഷമായുള്ള മനുഷ്യൻ്റെ മാത്രം പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള ആത്മാവിൻ്റെ വിമലീകരണമാണ് അടിസ്ഥാനപരമായി നടക്കേണ്ടത് എന്നും അങ്ങനെ നടന്നാൽ ആത്മീയമായ വിമലീകരണത്തിലൂടെ വ്യക്തിയുടെ വിമലീകരണവും വ്യക്തിയുടെ വിമലീകരണത്തിലൂടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാം വിമലീകരണവും നടക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കമ്മ്യൂണിസം പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്? കമ്മ്യൂണിസം പറഞ്ഞത് സമൂഹം മാറിയാൽ, സമൂഹം സോഷ്യലിസ്റ്റായാൽ, സമൂഹം കമ്മ്യൂണിസ്റ്റ് ആയാൽ ആ സമൂഹത്തിലെ തിന്മകളുടെ മുഴുവനുമുള്ള കേന്ദ്രമായ
തിന്മകൾ മുഴുവനും വരുന്ന യഥാർത്ഥ ക്യാപിറ്റൽ അഥവാ മൂലധനം ഇല്ലാതെയായാൽ ശരിക്ക് എല്ലാ തിന്മകളും ഇല്ലാതെയാകുമെന്നും സമൂഹം പെർഫെക്റ്റ് ആകുന്നു. അങ്ങനെ സമൂഹം പെർഫെക്റ്റായി മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ച് വ്യക്തികൾ സ്വാഭാവികമായി നന്നായിക്കൊള്ളുമെന്നാണ് കമ്മ്യൂണിസം സിദ്ധാന്തിച്ചത്. അതാണ് തകർന്നത്. 70 കൊല്ലം സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി തന്നെ സ്വകാര്യ സ്വത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട്, മൂലധനം ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് മനുഷ്യർ നന്നായില്ല എന്ന് മാത്രമല്ല, മൂലധനം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു എന്നതാണ് കമ്മ്യൂണിസത്തിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചത്. അവിടെയുണ്ടായത് ചരിത്രപരമായി സൈദ്ധാന്തികമായി കമ്മ്യൂണിസത്തിൻ്റെ പരാജയമാണ്. ഇസ്ലാം പറയുക വ്യക്തി നന്നായാൽ മാത്രമേ സമൂഹം നന്നാകൂ എന്നാണ്. വ്യക്തികളുടെ വിമലീകരണത്തിലൂടെയാണ് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആത്യന്തികമായ മാറ്റം നടക്കേണ്ടത് എന്നാണ്. അതിന് കാരണം ഇസ്ലാം വ്യക്തിയെ കാണുന്നിടത്തുള്ള വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാം ലക്ഷ്യമായി കാണുന്നത് ഈ ലോകത്തെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതി മാറ്റമല്ല, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മാറ്റമല്ല, മറിച്ച് ഇസ്ലാം ലക്ഷ്യമായി കാണുന്നത് വ്യക്തിയുടെ വിമലീകരണം വഴി വ്യക്തിക്ക് എത്തിച്ചേരേണ്ട സ്വർഗലോകത്തിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് ലക്ഷ്യം. ഒരു ഭൗതിക വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഇവിടെ പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതാണ്. ആ രാജ്യം സ്ഥാപിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ലക്ഷ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്യപൂർത്തീകരണത്തിന് കഴിയുന്നില്ല, ആ സിദ്ധാന്തം തകരുന്നു. ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഓരോ വ്യക്തിയും അയാളുടെ വിമലീകരണത്തിലൂടെ അയാൾ സ്വർഗലോകത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പുറത്താണ് ലക്ഷ്യം, ജീവിതത്തിനപ്പുറത്താണ് ലക്ഷ്യം. അപ്പോൾ ഈ സ്വർഗലോകത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ചിലപ്പോൾ ഒരാൾ മാത്രമാകും, ചിലപ്പോൾ അയാൾ കുടുംബത്തിൻ്റെ നാഥനാകും. അപ്പോൾ കുടുംബപരമായ നിയമങ്ങൾ അവിടെ നടപ്പാക്കേണ്ടി വരും. ചിലപ്പോൾ അയാൾ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ വരും. അപ്പോൾ ആ നേതൃത്വത്തിന് അടിസ്ഥാനപരമായ നിയമങ്ങൾ അയാൾ നടപ്പാക്കേണ്ടി വരും. ചിലപ്പോൾ അയാൾ കച്ചവടക്കാരനാകും, അപ്പോൾ കച്ചവട നിയമങ്ങൾ അയാൾ നടപ്പാക്കേണ്ടി വരും. ചിലപ്പോൾ കൃഷിക്കാരനാകും, അപ്പോൾ കാർഷിക നിയമങ്ങൾ നടപ്പാക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇസ്ലാമിൽ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടന്നു പോകുന്നത്, സിദ്ധാന്തങ്ങൾ കടന്നു പോകുന്നത്. അതല്ലാതെ ഇത്തരം ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സാമൂഹിക വിപ്ലവത്തിന് വേണ്ടി മാത്രമുള്ളൊരു പ്രസ്ഥാനമല്ല ഇസ്ലാം. വ്യക്തിയുടെ പരിവർത്തനത്തിലൂടെ സാമൂഹ്യ വിപ്ലവം ചിലപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാം. അപ്പോഴും നിയമങ്ങൾ ഇസ്ലാമിൻ്റേതായി ഉണ്ട്. ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഈ സാമൂഹ്യ വിപ്ലവമല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിലെ ശാശ്വതമായ സ്വർഗലോകമാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായി ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഇത് രണ്ടും മുന്നോട്ട് വെക്കുന്ന ഒരു രീതിശാസ്ത്രം തന്നെ ഇസ്ലാമിന് പൂർണ്ണമായും അന്യമാണ്. കാരണം ഇസ്ലാമിൻ്റെ ലക്ഷ്യം ഈ ജീവിതത്തിനപ്പുറത്താണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇസ്ലാം മനുഷ്യരെ കാണുന്നത് നേരെ തല കുത്തനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സമ്പൂർണമായി സംസ്കരിച്ചുകൊണ്ടുള്ള പരിവർത്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂലമായ സിദ്ധാന്തമാണ് എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസത്തിനോ ക്യാപിറ്റലിസത്തിനോ അങ്ങനെയൊന്നും പറയണമെങ്കിൽ ഇനിയും എത്രയോ ചിന്തകന്മാർ അതിൽ ഇനിയും പണിയെടുക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും മധ്യേ ഇസ്ലാമെന്നോ കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദൽ ഇസ്ലാമെന്നോ പറയുന്നത് ഇസ്ലാമിനെ വളരെ വളരെ ചെറുതാക്കലാണ്. ഇസ്ലാം അത്ര ചെറുതല്ല. ഇസ്ലാം മഹത്തായ ഒരു ആശയപാട്, മനുഷ്യൻ്റെ സമ്പൂർണ്ണമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ആശയം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഫൗസി. എൻ്റെ ചോദ്യം 1940-കളിൽ ഇന്ത്യയിൽ കടന്നു വന്ന സമഗ്ര ഇസ്ലാം എന്ന അവകാശവാദവുമായി വന്നവർ ഉയർത്തിപ്പിടിച്ച മതരാഷ്ട്രവാദം, അത് ഇസ്ലാമിക മതത്തിന് നെല്ലോ പതിരോ? മതരാഷ്ട്രവാദം ഇസ്ലാമിന് നെല്ലോ പതിരോ എന്നാണ്. ഇവിടെ മതരാഷ്ട്രവാദം എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, എന്താണ് ഇസ്ലാമിൻ്റെ രാഷ്ട്രസങ്കല്പം? ഇസ്ലാമിൻ്റെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രം ഉണ്ടാക്കിയിട്ടുണ്ട്, രാഷ്ട്രീയം കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. അത് ഇസ്ലാമിക രാഷ്ട്രം എപ്പോഴുണ്ടാകുന്നു, എങ്ങനെയുണ്ടാകുന്നു എന്നതിനെല്ലാം ഇസ്ലാമിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതെന്താണ്? വ്യക്തികൾ പരലോകബോധത്തിൽ അധിഷ്ഠിതമായി ജീവിതം വിമലീകരിക്കപ്പെടുമ്പോൾ
ആ വിമലീകരണത്തിൻ്റെ സ്വാഭാവികമായി വ്യക്തികളിൽ മാറ്റമുണ്ടാകുമ്പോൾ ഒരു സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാനിലുള്ള ബോധവും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവും ദൃഢവൽക്കരിക്കുകയും അവർ മുസ്ലിങ്ങളായിത്തീരുകയും അവരതനുസരിച്ച് ജീവിക്കുവാൻ തങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥിതി കൂടി ഈ പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇസ്ലാം നിയമങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഓരോ രംഗത്തും. അത് എന്താണ്? അങ്ങനെയൊരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാകുമ്പോഴുള്ള നിയമമാണ്. ഇസ്ലാം അത്തരമൊരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമല്ല, അത് പടച്ച തമ്പുരാൻ നൽകുന്നതാണ്. അത് നൽകുമ്പോൾ ഉണ്ടാകേണ്ട നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ മതരാഷ്ട്രവാദമായി പരിചയപ്പെടുത്തപ്പെടുന്ന വാദങ്ങൾ, ആ വാദങ്ങൾ കടന്നു വരുന്നത് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലാത്ത ന്യൂനാൽന്യൂനപക്ഷം മാത്രം മുസ്ലിങ്ങളുള്ളൊരു സമൂഹത്തിൽ, അവിടെ ഇസ്ലാം ന്യൂനപക്ഷത്തിൻ്റെ ഒരു ആദർശം മാത്രമായി നിലകൊള്ളുകയും ആ ന്യൂനപക്ഷം തന്നെ ഇസ്ലാമീകരിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അവരുടെ രാഷ്ട്ര സംവിധാനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ രണ്ടു കൂട്ടരും കൂടി യോജിച്ചു പോയി യഥാർത്ഥത്തിൽ ഒരു മതത്തിനും ഒരു മതവിശ്വാസത്തിനും സ്ഥാനമില്ലാത്ത മതനിരപേക്ഷമായൊരു രാഷ്ട്ര സംവിധാനമാണ് കടന്നു വരേണ്ടത് എന്ന ആശയം നിലനിൽക്കുമ്പോൾ ആ മതനിരപേക്ഷ രാഷ്ട്ര സംവിധാനം പാടില്ല എന്നും ആ മതനിരപേക്ഷ രാഷ്ട്ര സംവിധാനത്തിൽ സഹകരിക്കാൻ പാടില്ല എന്നും മുസ്ലിങ്ങൾ സ്വന്തം രാഷ്ട്രത്തിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നുമുള്ള വാദമാണ് മതരാഷ്ട്രവാദമായി ഉന്നയിക്കപ്പെടുന്നത്. അത്തരം ഒരു വാദത്തിന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 13 വർഷക്കാലഘട്ടത്തിലെ മക്കാ ജീവിതത്തിൽ, ആ മക്കാ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ, പ്രബോധനങ്ങളിൽ തൻ്റെ ഒരു രാഷ്ട്ര സംവിധാനത്തിന് വേണ്ടി താൻ പണിയെടുക്കുന്നു എന്നോ ആ രാഷ്ട്ര സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് അണിനിരക്കേണ്ടതുണ്ട് എന്നോ ഇവിടെ ഉള്ള ഈ വ്യവസ്ഥിതിയുമായി സഹകരിക്കുവാൻ നമുക്ക് പാടില്ല എന്നോ പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ കാണുന്നില്ല. അവിടെയുണ്ടായിരുന്ന ജാഹിലിയ ഗോത്രാധിപത്യ വ്യവസ്ഥിതിയിൽ ആ മുസ്ലിങ്ങളുടെ ദഅവത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി, ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി, മുസ്ലിങ്ങളുടെ ജീവിത സുരക്ഷയ്ക്ക് വേണ്ടി അന്നത്തെ ഗോത്രാധിപത്യ വ്യവസ്ഥിതിയുടെ ഇസ്ലാം വിരുദ്ധമല്ലാത്ത സിദ്ധാന്തങ്ങളും അവരുടെ രീതികളും പ്രവാചകൻ ഉപയോഗിച്ചതായും നമുക്ക് കാണാൻ കഴിയും. അതുമാത്രവുമല്ല, ഇസ്ലാമിക പ്രബോധനം നിലനിൽക്കുവാൻ വേണ്ടി 100% മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാം വിരുദ്ധമായ, ഇസ്ലാം അംഗീകരിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന് നേരെ ഘടകവിരുദ്ധമായ ത്രിയേകത്വം സ്വീകരിച്ച ഒരു രാഷ്ട്ര സംവിധാനത്തിലേക്ക് നേഗസ് ചക്രവർത്തിയുടെ നജാഷിയുടെ അബിസീനിയയിലേക്ക് മുസ്ലിങ്ങളോട് കഴിയാൻ പറഞ്ഞയച്ചതും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയെല്ലാം നമ്മൾ കാണുക, നിലവിലുള്ള രാഷ്ട്ര സംവിധാനത്തിനെതിരെയുള്ള ഒരു പോരാട്ടമല്ല ഇസ്ലാം നടത്തുന്നത്. രാഷ്ട്രം സ്വാഭാവികമായി വന്നു ചേരുമ്പോൾ നടക്കുന്ന, സ്വാഭാവികമായി ഇസ്ലാമിക നിയമങ്ങളുടെ സ്വാഭാവികമായി വന്നു ചേരുക എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ള ഒരു രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അവിടെ ഇസ്ലാമികമായ നിയമസംഹിത അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നത്. അതാണ് അതിൻ്റെ സ്വാഭാവികത. അതേസമയം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമുള്ളൊരു പ്രദേശത്ത് അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് നാം ശ്രമിക്കേണ്ടത് എന്ന വാദം, അതാണ് മതരാഷ്ട്രവാദം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതിന് പ്രമാണങ്ങളുടെയോ പ്രവാചക ചര്യയുടെയോ സലഫുകളുടെ മാർഗത്തിൻ്റെയോ യാതൊരു പിന്തുണയുമില്ല.